കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി തന്നെ CBIയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ആ 2013 കൽക്കരി വിവാദ കാലത്ത്. ഇപ്പോൾ ഇത് ഏതാണ്ട് സമാനമായ ഒരു പരാമർശം അർഹിക്കുന്ന തലത്തിലേക്ക്, അതായത് കൺവിക്ഷൻ റേറ്റിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയാൽ, അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്രയധികം കേസുകൾ, തെളിയിക്കപ്പെടാതെ പോകുന്ന കേസുകൾ ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? ഇതിലില്ലാത്ത ചില കണക്കുകൾ കൂടെ എൻ്റെ കയ്യിലുണ്ട് ഹർഷൻ. അതായത് 2014 മുതൽ 2022 വരെ ED 3010 റെയ്ഡുകൾ നടത്തി എന്നാണ് കണക്ക്. 2014 മുതൽ 2022 വരെ. എന്നാൽ 2004 മുതൽ 2014 വരെ വെറും 112 റെയ്ഡുകൾ മാത്രമായിരുന്നു. അതായത് 2004 മുതൽ 2014 വരെ 112 റെയ്ഡുകൾ മാത്രം നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2014 തൊട്ട് 2022 വരെ 3010 റെയ്ഡുകൾ നടത്തിയെന്നാണ് കണക്ക്. ഈ വർഷങ്ങളുടെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയും വലിയ വർധന, 27% വർധന റെയ്ഡുകളുടെ എണ്ണത്തിലുണ്ടായി. ED ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇതേ കാലത്ത് 4964 റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇതിൽ ചാർജ് ഷീറ്റ് നൽകിയത് പക്ഷേ 993 കേസുകൾക്ക് മാത്രമാണ്. 5000-ത്തിനടുത്തുണ്ടായിട്ട് 993 മാത്രമാണ് ചാർജ് ഷീറ്റ് നൽകിയത്. ശിക്ഷിച്ചതോ 23 കേസുകൾ മാത്രം. അത് തന്നെ നോക്കൂ, 23 കേസുകൾ മാത്രമാണ് ശിക്ഷിച്ചത്. അതായത് കേസെടുക്കുന്നു, ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നു, എന്നിട്ട് ആളുകൾക്കെതിരെ തെളിവില്ല. കോടതിയിൽ ചെന്നാൽ ഒരു തെളിവുമില്ല. ആ സമയത്ത് ഭയങ്കര ബഹളമുണ്ടാക്കുക എന്നതാണ്. ഈ 85% ചാർജ് ഷീറ്റും രാഷ്ട്രീയക്കാരിൽ, അതായത് ED ഈ കേസെടുക്കുന്ന രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട കേസുകൾ 85%വും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ളതാണ്. ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ളത് 15% മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വളരെ വ്യക്തമാണല്ലോ. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഹർഷനത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന് ആവശ്യമുള്ളൊരു സംവിധാനമാണ് ആണല്ലോ. അതായത് ഈ സാമ്പത്തികമായുള്ള തട്ടിപ്പ് നടത്തുക, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അവയെ പിടിക്കാനൊരു പ്രത്യേക വിങ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 112 റെയ്ഡുകൾ മാത്രം നടത്തിയെടുത്തതെന്ന് 4000-ഓളം റെയ്ഡുകൾ, 5000-ഓളം റെയ്ഡുകൾ നടത്തുന്നതിലേക്ക് എത്തുന്നത് നല്ലത് തന്നെയാണ്. റെയ്ഡുകൾ നടത്തുക തന്നെയാണ് വേണ്ടത്. പക്ഷേ അത് നമ്മുടെ രാഷ്ട്രീയ പക്ഷം നോക്കിയിട്ടാകരുത് എന്നാണ് ഒരു പൗരന്, നമ്മളെപ്പോലുള്ള പൗരർക്ക്, മാധ്യമങ്ങൾക്ക് ആഗ്രഹിക്കാനാവുക. അത് ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, കുഴപ്പം കാണിക്കുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ED പരിപാടികൾ നടത്തേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിലെ തന്നെ കാര്യങ്ങൾ ആലോചിക്കുക. എത്രയൊക്കെ കേസുകളാണ് ഹർഷൻ ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ED എന്ന് കേൾക്കാത്ത ദിവസവും ഉണ്ടായിരുന്നില്ല. ED ഇവിടെ ഓഫീസ് എടുത്ത് താമസിക്കുകയായിരുന്നു. അവർ കൊണ്ടുവന്ന ഖുറാൻ കടത്തൽ, KT ജലീലിനെതിരായുള്ള കേസുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? ലൈഫ് വീടുകളുടെ സ്ഥിതി എന്താണ്? നാട്ടുകാരോടൊരു മറുപടി പറയേണ്ടതല്ല. എന്താ സംഭവിക്കുന്നത്? എനിക്കുറപ്പാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ വരും. തമിഴ്നാടിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതല്ലോ. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കേസുകളാണ്. ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിൽ എടുക്കുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് ഇവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല. അവരിങ്ങ് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു യന്ത്രമായിട്ടാണോ ഇത്ര മഹത്തായ അന്വേഷണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് സംശയിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അല്ലേ?